പരിശുദ്ധ ദൈവമാതാവേ, ഈ ദിവസത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. ജീവനും ആരോഗ്യവും നൽകിയതിന് നന്ദി പറയുന്നു. ഈ പ്രാർത്ഥനയുടെ നിമിഷത്തിലേക്ക് ഞങ്ങളെ നയിച്ചതിന് നന്ദി പറയുന്നു. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ പാപങ്ങളും കുറവുകളും അങ്ങയുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. അറിയാതെ ചെയ്ത പാപങ്ങളും അറിഞ്ഞുകൊണ്ട് ചെയ്ത തെറ്റുകളും ക്ഷമിക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കണമേ. അങ്ങയുടെ വിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ. കർത്താവായ ദൈവമേ, ഈ പ്രാർത്ഥന കേൾക്കുന്ന ഓരോ വ്യക്തിയുടെയും ജീവിതത്തിലേക്ക് അങ്ങയുടെ സമാധാനം ഒഴുകി വരട്ടെ. അവരുടെ ഹൃദയങ്ങളിൽ അടിഞ്ഞുകൂടിയ ഭയവും ആശങ്കയും നിരാശയും ഇപ്പോൾ അങ്ങയുടെ നാമത്തിൽ അകന്നു പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃപാസനം പ്രസാദപരമാതാവേ, ഒരുപാട് നാളുകളായി ഉത്തരം ലഭിക്കാത്ത പ്രാർത്ഥനകൾക്കായി കാത്തിരിക്കുന്നവരുണ്ട്. കണ്ണീരോടെ അപേക്ഷിക്കുന്ന അമ്മമാരുണ്ട്. ജോലി തേടി അലയുന്ന യുവാക്കളുണ്ട്. രോഗശയ്യയിൽ കിടക്കുന്ന സഹോദരങ്ങളുണ്ട്. കുടുംബ പ്രശ്നങ്ങളിൽ തകർന്നുപോയ ഹൃദയങ്ങളുണ്ട്. ഇന്ന് അവരെയെല്ലാം ഈ നിമിഷം സ്പർശിക്കണമേ. യേശുവിന്റെ നാമത്തിൽ ഈ രോഗങ്ങളെല്ലാം സൗഖ്യമാകട്ടെ. യേശുവിന്റെ നാമത്തിൽ ബന്ധനങ്ങൾ അഴിഞ്ഞു പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ അടഞ്ഞ വാതിലുകൾ തുറക്കപ്പെടട്ടെ. ഇപ്പോൾ വിശ്വാസത്തോടെ പറയാം, യേശുവേ, ഞാൻ അങ്ങയെ വിശ്വസിക്കുന്നു. യേശുവേ, എന്റെ ജീവിതം അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. കർത്താവെ, നെഞ്ചിൽ ഭാരവുമായി കഴിയുന്നവരെ ആശ്വസിപ്പിക്കണമേ. രാത്രിയിൽ ഉറങ്ങാൻ കഴിയാതെ വിഷമിക്കുന്നവരെ സമാധാനത്താൽ നിറയ്ക്കണമേ. കരഞ്ഞുകൊണ്ട് ഉറങ്ങുന്ന മക്കളുടെ കണ്ണുനീർ തുടച്ചു മാറ്റണമേ. പരിശുദ്ധ അമ്മ മറിയമേ, അങ്ങേ മക്കളായ ഞങ്ങൾ ഇന്ന് അങ്ങേ സന്നിധിയിൽ വരുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളെ അങ്ങേ സംരക്ഷണത്തിൽ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ വീടുകളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ മക്കളെ കാത്തു സൂക്ഷിക്കണമേ. പ്രതീക്ഷ നഷ്ടപ്പെട്ടവർക്ക് പ്രത്യാശ നൽകണമേ. തളർന്നുപോയവർക്ക് ശക്തി നൽകണമേ. ഭയപ്പെടുന്നവർക്ക് ധൈര്യം നൽകണമേ. പരിശുദ്ധ മാതാവേ, ഞങ്ങളുടെ വഴിയിൽ നിന്ന് എല്ലാ തടസ്സങ്ങളും മാറ്റണമേ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. കൃപാസനം അമ്മേ, എന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കണമേ. കൃപാസനം അമ്മേ, എന്റെ കുടുംബത്തിൽ പ്രവർത്തിക്കണമേ. കൃപാസനം അമ്മേ, എന്റെ മക്കളെ അനുഗ്രഹിക്കണമേ. കൃപാസനം അമ്മേ, എന്റെ പ്രാർത്ഥന കേൾക്കണമേ. നല്ല ദൈവമേ, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. കടബാധ്യതകളിൽ തളർന്നു പോയവരെ സഹായിക്കണമേ. ജോലി നഷ്ടപ്പെട്ടവർക്ക് പുതിയ അവസരങ്ങൾ നൽകണമേ. അടഞ്ഞുപോയ വരുമാന മാർഗങ്ങൾ തുറക്കണമേ. നല്ല ദൈവമേ, അങ്ങേക്ക് അസാധ്യമായി ഒന്നുമില്ല. മനുഷ്യർ അസാധ്യമെന്നു പറഞ്ഞ കാര്യങ്ങൾ പോലും അങ്ങ് സാധ്യമാക്കുന്നവനാണ്. ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങയുടെ ശക്തി വെളിപ്പെടുത്തണമേ. ഞങ്ങൾ കാത്തിരിക്കുന്ന അനുഗ്രഹങ്ങൾ നൽകണമേ. പരിശുദ്ധ മാതാവേ, ഈ മക്കൾ തേടുന്ന ഉത്തരങ്ങൾ ഇവർക്ക് കൊടുക്കണമേ. ഈ മക്കൾ കരയുന്ന കണ്ണുനീർ സന്തോഷമാക്കി മാറ്റണമേ. കർത്താവായ ദൈവമേ, ഈ നിശബ്ദത നിമിഷത്തിൽ അങ്ങയുടെ മക്കൾ പറഞ്ഞ ഓരോ ആവശ്യവും കേൾക്കണമേ. അവരുടെ ജീവിതത്തിൽ പ്രവർത്തിക്കണമേ. അവരുടെ വീടുകളിൽ സമാധാനം നിറയട്ടെ. ശരീരങ്ങളിൽ ആരോഗ്യവും നിറയട്ടെ. മനസ്സുകളിൽ സന്തോഷവും നിറയട്ടെ. ഭാവിയിൽ പ്രത്യാശ നിറയട്ടെ. നല്ല ദൈവമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ അങ്ങയുടെ തിരുരക്തത്താൽ മൂടണമേ. സ്വർഗീയ പിതാവേ, ഈ പ്രാർത്ഥന കേൾക്കുന്ന ഓരോ വ്യക്തിയെയും അനുഗ്രഹിക്കണമേ. അവർ പ്രതീക്ഷിച്ചതിലും വലിയ അനുഗ്രഹങ്ങൾ നൽകണമേ. അവരുടെ ജീവിതത്തിൽ അങ്ങയുടെ മഹത്വം വെളിപ്പെടുത്തണമേ. ഇന്ന് ആരംഭിക്കുന്ന ഈ ദിവസം സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും വിജയത്തിന്റെയും ദിനമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതെല്ലാം ഞങ്ങൾ ഞങ്ങളുടെ കർത്താവായ യേശുവിലൂടെ അപേക്ഷിക്കുന്നു. ആമേൻ.
കൃപാസനം അമ്മേ, അമ്മയുടെ സാന്നിധ്യവും സംരക്ഷണവും മാധ്യസ്ഥവും എന്നും ഈ മക്കളോടൊപ്പം ഉണ്ടാകണമേ. ഇവരെ എല്ലാവിധ ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും സംരക്ഷിച്ച് അമ്മയുടെ സ്നേഹത്തിന്റെ സംരക്ഷണത്തിന്റെ നീല ആങ്കിക്കുള്ളിൽ പൊതിയണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരയണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരയണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിലും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയമുള്ളവരെ, നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഈ വീഡിയോയുടെ കമന്റ് ബോക്സിലൂടെ ഞങ്ങളെ അറിയിക്കുക. ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ദൈവാനുഗ്രഹം എന്നും നിങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ.